നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിനന്മാരാ. ഇതാ സഹധർമ്മണി ശ്രീമതി കോമളം. ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലബാരം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നന്ദി, നമസ്കാരം. അത് കെട്ടണം. പിന്നെ അതല്ല, അത് പിന്നെ കെട്ടാ. ചന്ദ്രേട്ടൻ വരാ പറഞ്ഞിട്ടുണ്ട് സ്ഥലം നോക്കാൻ. അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രേട്ടൻ നമ്മുടെ ഈ സ്ഥലം ഇത് കൊടുത്തിട്ട് വേണ്ട നമുക്ക് കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യാൻ. ഇനിയിപ്പോ ഒരു മാസത്തെ സമയമുള്ളൂ. അപ്പൊ വരാ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിളിച്ചു പറഞ്ഞു ചന്ദ്രേട്ടൻ വരും, കോമള ഒന്ന് ഇവിടെ നിൽക്കുന്ന് പറഞ്ഞു. ദാദാ വന്നല്ലോ. എന്താണ് ചന്ദ്രേട്ടൻ വൈകിയാ വരാൻ? വൈകിൽ ഒന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നേ. സ്ഥലത്തിന്റെ ഒരു റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇളയച്ചു കുട്ടിക്ക് ഒരു കല്യാണ നിശ്ചയം, അതിനും പോയിട്ട് വന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആള് പറഞ്ഞു ഇന്നമാതിരി സ്ഥലം വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്, 16 സെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മകളുടെ കല്യാണം ആയില്ലേ? എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു മകളുടെ കല്യാണം ആയില്ലേ? ഒരു മാസം ഉള്ളൂ. എവിടെ ആള്? വെളിയിൽ പോയിരിക്കാണ്. കല്യാണം വിളിക്കാൻ പോയി പറയുന്ന അടുത്ത്. കല്യാണം വിളിക്കാൻ അത് തന്നെ, അവിടെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. വരും. ഏതാ സ്ഥലം പറഞ്ഞത്? ഇത് സ്ഥലം തന്നെ. ഇതാണ്? ഇത് തന്നെ. ഇതെന്താ വെട്ടിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല? വൃത്തിയാക്കിയിട്ട് ഇപ്പൊ അവിടെ 2 മാസം ആയുള്ളൂ വൃത്തിയാക്കിയിട്ട്. ഇനിയിപ്പൊ വൃത്തിയാക്കണം. 16 സെന്റ് ആണ്. 16 സെന്റ്. കണ്ടോണില്ലേ? കണ്ടവാണ്, എന്നാലും കൊഴപ്പില്ല, നല്ല സ്ഥലമാണല്ലോ. ഇത് കണ്ടോണില്ലേ ആക്കുവേ? എല്ലാവരും കൊടുക്കാൻ പറഞ്ഞ അത് കേൾക്കാൻ വന്നാണ്. മകളുടെ കല്യാണമായവേ ഇത് കൊടുത്തിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ. ഇതിപ്പോ എന്ത് ആളെന്റെ അടുത്ത് വില പറഞ്ഞു, 2 ലക്ഷം റുപ്യ പറഞ്ഞു ഒരു സെന്റിന്. അതന്നെ. എത്ര സെന്റ് ആണിത്? ഇത് 16 സെന്റ് സ്ഥലം. 16 സെന്റ് സ്ഥലമാണ്. ഇതെന്താ അങ്ങനെ കുണ്ടായി കിടക്കണം? ഇത് മണ്ണ് കൊട്ടി തൂർക്കണേ കാശ് എത്ര ഇറക്കണം? കുണ്ട് പറഞ്ഞ സ്ഥലം നല്ല സ്ഥലമല്ലേ? നമ്മളിതൊരാൾക്ക് മറിച്ചു കൊടുക്കണമെങ്കിൽ, ഇതൊരാൾക്ക് മറിച്ചു കൊടുക്കണമെങ്കിൽ വില കിട്ടണ്ടേ? വിലയൊക്കെ പാകം പോലെ 2 ലക്ഷം രൂപ നിങ്ങൾ നോക്കി. അടിപൊളി സ്ഥലമാണ്. എന്റെ വീട്ടിന്റെ മുന്നിലാണ്. കണ്ണാണെന്നൊക്കെ പറഞ്ഞു. റോഡ് സൈഡ് കണ്ണായ സ്ഥലമാണ്. ആർക്ക് കൊടുത്താലും നല്ല വില കിട്ടുന്നെങ്കിൽ സ്ഥലം തന്നെയല്ലേ. തെങ്ങെത്തറുണ്ട്? 6-7 തെങ്ങുണ്ട്. 6-7 തെങ്ങുണ്ട് ഇല്ലേ? തെങ്ങും നോട്ടമില്ല, കണ്ടില്ല. തെങ്ങിൽ ഒറ്റ നാളികേരം പോലും ഇല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇട്ടതാണത്. പക്ഷെ നിങ്ങൾ വളമൊന്നും ഇട്ട് കൊടുക്കല്ലേ? അല്ലേ? വളമൊക്കെ അത്യാവശ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇട്ടോളൂ തേങ്ങ. 2 ലക്ഷം ഉറുപ്പിയാണ് ഇപ്പൊ ഈ കണ്ടത്തിന്റെ ഇത് പറയുന്നത്. കേലു കിട്ടാനും പാടായിരിക്കും. എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. കേലു എല്ലാം എടുത്തിട്ടുണ്ട്. എന്താ ഇതെന്താ ഇപ്പൊ ഇത്ര ഇങ്ങനെ അർജന്റ് വന്നത്? കല്യാണത്തിന് ചെലവുണ്ടല്ലോ. എന്നാലും മക്കളുടെ കാര്യം പറയുമ്പോ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആ മക്കളുള്ളതല്ലേ? ചോദിച്ചവരൊക്കെ തരാന്ന് പറഞ്ഞു. പിന്നെ അവസാനം കൊണ്ട് അവർ തരില്ല പറഞ്ഞു. ആ മക്കളൊക്കെ 2-3 കൊണ്ട് ഇവര് സ്ഥലം കൊടുക്കാതെ ഒന്നും ആലോചിച്ച് നോക്ക്. ആ മക്കളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരുമാനം കുറവായി എന്ത് ചെയ്യാൻ പറ്റും? ആ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? വരുമാനം കുറവല്ലേ? സ്വർണത്തിനും വില കൂടിയില്ലേ? സ്വർണത്തിനും വില കൂടി. അപ്പൊ ഇത് കൊടുത്താൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആളെന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ? സ്ഥലം നിങ്ങൾ കാണി, വിലയൊക്കെ ഞാൻ പറയാ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് 2 പറഞ്ഞിരിക്കുന്നത്. എന്റെ അടുത്ത് 2 പറഞ്ഞു. ചന്ദ്രേട്ടൻ വരും. എന്റെ കണക്കി പറഞ്ഞ ഞാൻ ചന്ദ്രേട്ടനോട് പറയാ. 1 ഉറുപ്പ്യ കൂടുതൽ പോവില്ല. ഇത് മണ്ണിട്ട് തീർക്കണം. ഒരാൾ വാങ്ങിക്കണം. 1 ഉറുപ്പ്യ? 1 ഉറുപ്പ്യ കൂടുതൽ കൂട്ടി ഇത്തിരി കാണാനല്ലാതെ അതിൽ കൂടുതൽ പറ്റില്ല. ഇത് മണ്ണിട്ട് തീർക്കുക, കാശ് ചെലവത്ര ചെയ്യണം. നല്ല നഷ്ടമായി. 1 ഉറുപ്പ്യ പറഞ്ഞ ഒരുപാട് നഷ്ടമായി. 100 ലോറി മണലെങ്കിലും ഇത് അടിക്കണം, ടിപ്പർ. എന്നാലും തൂരില്ല. അത്ര ഒക്കെ കാടുമ്പോൾ അത്രയൊന്നും അതിന്റെ ആവശ്യമില്ല. വൃത്തിയാക്കി മൊത്തം മരമുത്തി കിടക്കണല്ലേ? അത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങളിത് വാങ്ങി വെക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും വേറെ ഷെയർ മുമ്പ് ഞങ്ങൾ വൃത്തിയാക്കി തരാം. ഞങ്ങൾ ഷെയർ ആയിട്ടാ വാങ്ങണത്. വാങ്ങി നമ്മളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ണുകൾ അവര് വാങ്ങിക്കണ്ടേ? ഞങ്ങൾ നിങ്ങൾ വരുന്നതിന്റെ മുമ്പേ ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കിയിടാ. ഒരു കാര്യം ചെയ്യാ. എന്താണ് ഇതിപ്പോ നമുക്ക് ഒരാൾ കൂടിയുണ്ടേ, അതെല്ലാം കൂട്ടിട്ട് ഞാന് നാളെ വരാം. ആളിനോട് പറയും പോണ്ട, നാളെ ശരിയാക്കി കിട്ടിയപ്പോ എന്റെ മകളുടെ കല്യാണം. ശരി, നാളെ 11 മണിക്ക് എത്താം. എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറയും കേട്ടാ. ഞാൻ ബാക്കി ഫോൺ ചെയ്ത് പറയാം. ശരി ശരി എന്നാട്ടോ. ശരി ശരി വന്നാ പറയും. എന്താ 1 ലക്ഷത്തിനാ ചോദിക്കുന്നത്? 1 ലക്ഷമേ ഒരു 1.5-1.25 കിട്ടിയതാണെങ്കിൽ സമാധാനമായി നമുക്ക്. കച്ചവടക്കാരൊക്കെ എങ്ങനെയാണ്? നല്ലോണം താത്തും. വില താത്തിട്ടേ നമുക്ക് തരുവുള്ളൂ. ഇങ്ങനെ താത്തി തന്നിട്ട് ആകില്ലല്ലോ നമ്മുടെ കാര്യത്തിന്.
അച്ഛൻ വന്നിട്ട് പറയാ